ഹലോ, ഇന്ന് നമ്മൾ കുറേയായി ഇത് വീഡിയോ ഇടാണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഇടാൻ പോണത് പയറിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും കൊണ്ട് നമ്മളൊരു നാടൻ വിഭവമാണ്. അത് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ പയറിൻ്റെ ഇലയും ഇതൊക്കെ നാട്ടിൻപുറങ്ങളിലാണ് കിട്ടുക. അത് കിട്ടിയാൽ അതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഹെൽത്തിയാണ് സാധനം. അപ്പം ഇങ്ങനെ അരിമുളകും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും പയറിൻ്റെ ഇലയും പിന്നെ ഇതാ മത്തൻ്റെ ഇലയും ഉണ്ട് കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമുക്കിന്നൊരു നല്ലൊരു കർക്കിടക മാസം കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഉപ്പേരി കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ മത്തൻ്റെ ഇലയും പയറിൻ്റെ ഇലയും കേട്ടോ. അപ്പം അത് രണ്ടും നമ്മുടെ പച്ചപ്പയറില്ലേ, ആ പയറിൻ്റെ ഇലയും കൂടെ കഴുകി നന്നായിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചതാണ് കേട്ടോ. പൊടി പൊടിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി അതിലേക്ക് കൂട്ടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, അരിമുളക്, വലിയ ഉള്ളി പകുതി എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ, ഉപ്പ്, ഇതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കാണണേ, ഉണ്ടാക്കി നോക്കണം. ഈ സമയത്ത് മത്തൻ്റെ ഇലയൊക്കെ നിറയെ കിട്ടും. അത് കർക്കിടക മാസമല്ലേ, നമുക്ക് കഴിക്കണത് നല്ലതാണ്. പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, അങ്ങനെ ഇലക്കറികൾ, മുരിങ്ങയുടെ ഇല ഒഴിച്ച് ബാക്കിയുള്ള ഒരുവിധ ഇലക്കറികളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാനൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വാദ്. അധികം വേണ്ട, കുറച്ച് മതി. നോൺ സ്റ്റിക്ക് ആയത് കാരണമാണ് ഞാൻ അധികം എണ്ണ വേണ്ട പറയണത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇടുക. അതിൽ ഞാൻ അരിമുളകാണ് അതിൻ്റെ കൂടെ ഇടുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് അരിമുളകിനെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ അരിമുളക് കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണ എടുത്തത് കേട്ടോ. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 2-3 എടുത്താൽ മതി. ഇത് ഇളമ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ. അരിമുളക് ഇങ്ങനെ വറുക്കുമ്പോൾ ഒന്ന് വരഞ്ഞിടണം, ഇല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. ഓക്കെ. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചതും വലിയ ഉള്ളി പകുതി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വഴറ്റാൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളക്, അരിമുളകില്ലാത്തൊരു പച്ചമുളകും എടുക്കാം. ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോന്ന് വാടുക വേണ്ടി കേട്ടോ. ചെറിയ ഉള്ളി കൂടുതൽ സ്വാദായിരിക്കും, ചീരയല്ലേ. ലേശം ഉപ്പ് ചേർക്കാം കേട്ടോ, ഉള്ളി വാടാനായിട്ട്. നമ്മൾ ചീര കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പകുതി ഉപ്പ് ഇടാവും. എന്നുവെച്ചാൽ ഈ ചീരയൊക്കെ ചുങ്ങിപ്പോകുമ്പോൾ അവസാനം നല്ല ഉപ്പ് തോന്നും. അപ്പം ലേശം ഉപ്പ് ഇടുക. അപ്പം നമുക്ക് ചുവന്നുള്ളി വാടി കിട്ടുകയും ചെയ്യും. ചീരയ്ക്ക് പാകമാണെന്ന് ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ ഇത്ര വാടിയാൽ മതി. ഇനി നമ്മൾ ആ പയറിൻ്റെ ഇല അരിഞ്ഞത് മുഴുവനും ചേർക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, ഈ ഇലയിൽ തന്നെ നിറച്ച് വെള്ളമുണ്ട്. പയറിൻ്റെ ഇലയും പിന്നെ എന്താ മത്തൻ്റെ ഇല മുറിച്ചത് അതും ചേർക്കുക. എല്ലാം കൂടെ അതിൽ ഒതുങ്ങി കിട്ടും കേട്ടോ. നല്ല സ്വാദാണ്, പക്ഷെ വേവിക്കണം. നമ്മൾ പെട്ടെന്ന് ഇല വെന്തു പറഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കരുത്. ആ ഇല ഒന്ന് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒതുക്കി ചുങ്ങാൻ വെക്കണം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിലുള്ള ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവണം കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. വേറെ എരിവിനായിട്ട് നമ്മളൊന്നുമില്ല, സിമ്പിൾ ഈ നാടൻ ഇലക്കറി ഉണ്ട് കേട്ടോ. ഇത് ഉപ്പേരിമാതിരി ഭയങ്കര സ്വാദാണ്. ഞാൻ ഇപ്രാവശ്യം 1-2 പ്രാവശ്യം വെച്ചു. അപ്പൊക്കെ ആലോചിക്കും, പെട്ടെന്ന് വെച്ചതാണ്, ഈ ഒരു വീഡിയോ എടുത്തിടണം എന്നാലല്ലേ എല്ലാവർക്കും അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് 1-2 പ്രാവശ്യം വെച്ചു. ഇനി ഒന്ന് അടച്ചു വെച്ചാൽ അതൊന്ന് ഒതുങ്ങി കിട്ടും. വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, അതിൽ അങ്ങനെ ഒതുങ്ങിയിൽ തന്നെ വെള്ളമുണ്ട്. ഇത് വേവണം. ഇത് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും, അടിയിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തേൽ വെക്കണം കേട്ടോ. ചില കറികളൊക്കെ നമ്മൾ ഇതിലുണ്ടാക്കിയാലേ, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാലേ അതിൻ്റെ എണ്ണമയം പാകമായിട്ട് കിട്ടും. ഇങ്ങനെ ഒതുക്കി എടുക്കണേ. അതുകൊണ്ട് വെള്ളം ഉണ്ടായില്ല, ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഉപ്പേരി അങ്ങോട്ട് ഒന്നും വെള്ളമില്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴേക്ക് വെന്തിട്ടും ഉണ്ടാവും. ഓക്കെ. ഇപ്പം നമ്മുടെ
മത്തൻ്റെ അടി പയറിൻ്റെ അടി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് തനി നാടനാണ്, നമ്മൾ വേറെ ഒരു കൂട്ടുമില്ല. അരിമുളകും മത്തൻ്റെ അടി, ചെറിയ ഉള്ളി, പിന്നെ പയറിൻ്റെ ഇല, വേറെ ഒന്നുമില്ല കേട്ടോ. വലിയ ഉള്ളി ഒരു പകുതി അത്ര ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. തനി നാടനാണ്, ഇതിൽ വേറെ ഒന്നുമില്ല. വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ.